പാലക്കാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത വിദ്യാർത്ഥി സംഘടന നടത്തുന്ന അനിശ്ചിതകാല സമരം ഇന്ന് 4ാം ദിവസത്തിലാണ്. മെച്ചപ്പെട്ട പഠന സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI അടക്കമുള്ള സംഘടനകൾ സമരരംഗത്തുള്ളത്. അടിസ്ഥാന സൗകര്യം ഒന്നുമില്ലെന്നും വിദ്യാർത്ഥികൾ പരാതി പറയുന്നു. 10 വർഷം മുമ്പ് ആരംഭിച്ച മെഡിക്കൽ കോളേജിൽ താൽക്കാലിക നിയമനം മാത്രമാണ് നടന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജിനോട് സർക്കാർ പകപോക്കുകയാണെന്ന് സംശയിക്കുന്നതായി VK ശ്രീകണ്ഠൻ MPയും ആരോപിക്കുന്നു. വിനേഷ് കുമാർ നമുക്കൊപ്പം ഉണ്ട്. വിനേഷ്, ശ്രീകണ്ഠൻ സർക്കാരിന്റെ പകപോക്കൽ എന്ന് പറയുമ്പോൾ MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവും തള്ളിക്കളയാനാവില്ല. എന്താണ് അവിടുത്തെ ഈ സമരം, അതിന്റെ ഒരു തീവ്രത, സാഹചര്യം എങ്ങനെയാണ് വിനേഷ്? ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണ്. പാലക്കാട് സ്വാഭാവികമായും ഒരു മെഡിക്കൽ കോളേജിന്റെ ആവശ്യം സ്വാഭാവികമായും ഉണ്ടാവേണ്ടതാണ്, നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഒപ്പം MPയ്ക്കും ഇതിൽ നിന്ന് പൂർണ്ണമായി കൈകഴുകാനാവില്ലല്ലോ. എന്താണ് ഈ സമര ആവശ്യങ്ങൾ, അതിന്റെ സാഹചര്യം വിനേഷ്? സജിത്ത്, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സമരം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. കാരണം പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് പഠന നിലവാരം മെച്ചപ്പെടുത്തണം, ആവശ്യത്തിന് ഫാക്കൽറ്റി സംവിധാനങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരം. സംയുക്ത സമരസമിതി, സംയുക്ത വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം. എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പിന്തുണയുമായി വിവിധ സംഘടനകളും ഇപ്പോൾ ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വിദ്യാർത്ഥികളുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് എന്താണ്? സ്നേഹമുള്ള നാട്ടുകാരെ, ഒരു OP ഇല്ല, പിന്നെ ബഹുമാനിയായ പിന്നെ ഫാക്കൽറ്റി ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രവർത്തനമായിട്ടുള്ള ഒരു നല്ലൊരു പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ എല്ലാരും കൂടി ഞങ്ങൾക്ക് സെറ്റാക്കി തന്നാല് പാലക്കാട് ഞങ്ങൾ DH അപ്പൊ അതില്ലാതെ അവിടെ മെഡിക്കൽ കോളേജിന്റെ നിലനിൽപ്പിനെയും അവർ ഞങ്ങളെ കളിയാക്കി വിദ്യാർത്ഥികളുടെ ഇത്രയും വലിയ ബിൽഡിംഗ് ഞങ്ങൾ എന്തിനാണ് നിൽക്കുന്ന രീതിയിൽ. അപ്പൊ അതൊന്നില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അധികാരികളുടെ മുന്നിൽ വരും ദിവസങ്ങളിൽ സമരം തുടരുമോ? പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ഒരു സമരവുമായി മുന്നോട്ട് വന്നിരിക്കുക. ഉറപ്പ് കിട്ടാതെ ഞങ്ങൾ ആ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം സൂചനാ സമരം ഉണ്ടായി. അത് കഴിഞ്ഞിപ്പോ 4ാം ദിവസമാണ് അനിശ്ചിതകാല സമരം തുടരുന്നത്. ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പം ഒരു തീരുമാനമാവുന്നവരെ ഞങ്ങൾ ഇങ്ങനെ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും നമുക്കറിയാം, ഈ മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ കോളേജ് നമുക്കറിയാം 10 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ആരംഭിച്ചത്. പക്ഷേ അതിനുശേഷം യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ഇവിടെ കിടത്തി ചികിത്സ ആരംഭിച്ചെങ്കിലും അതും ഫലപ്രദമല്ല. ഒപ്പം തന്നെ ഇവിടുത്തെ ഫാക്കൽറ്റി നിയമനമെല്ലാം തന്നെ താൽക്കാലിക അടിസ്ഥാനത്തിൽ മാത്രമാണ്. PSCയുടെ ഒരു നിയന്ത്രണത്തിലേക്ക് ഇത് പൂർണ്ണമായും പോയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. താൽക്കാലികമായി താൽക്കാലികമായി പട്ടികജാതി പട്ടിക വികസന വകുപ്പ് മാത്രമാണ് ഇവിടെ നിയമനം നടത്തുന്നത്. കാരണം ഇത് പൂർണ്ണമായും ആരോഗ്യവകുപ്പിന്റെ കീഴിലേക്കല്ല, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലാണ്. ഒപ്പം തന്നെ ഇവിടെ അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. കെട്ടിടത്തിന്റെ പണി മാത്രമാണ് പൂർണ്ണമായ അർത്ഥത്തിൽ തീർന്നിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിനെതിരെ സംയുക്ത വിദ്യാർത്ഥി സംഘടനകൾ ഒരു ഭാഗത്തും, ഒപ്പം തന്നെ SFI തനിച്ചും സമരം ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ SFIയുടെ സമരപന്തലാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. SFI പ്രവർത്തകർക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്ന് കൂടി നോക്കാം. സമരം വരും ദിവസങ്ങളിൽ തുടരുമോ? സമരം വരുന്ന ദിവസം ശക്തമായി തുടരാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. കാരണം എല്ലാവർക്കും അറിയാം, നമ്മൾ സമരം ചെയ്തത് നമുക്ക് വേണ്ടി മാത്രമല്ല, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളുണ്ട്, അധ്യാപകരുടെ പ്രശ്നങ്ങളുണ്ട്, ഈ നാട്ടുകാർക്ക് കൂടെ വേണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ സമരം ചെയ്യുന്നത്. 5ാം ദിവസത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഭാവിയിലെ ഡോക്ടേഴ്സാണ് ഞാൻ അവസാന വർഷ വിദ്യാർത്ഥിയാണ്, ഇത് 3ാം വർഷ വിദ്യാർത്ഥിയാണ്. എല്ലാവരും ഉണ്ട്, എല്ലാ വർഷ വിദ്യാർത്ഥികളും ഉണ്ട്. ഞങ്ങൾ നാളെ നിങ്ങളെ ഇറങ്ങി ചികിത്സിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ 5 ദിവസം പഠിപ്പ് മുടക്കി 5ാം ദിവസത്തിൽ കിടക്കുകയാണ് ഞങ്ങളുടെ സമരം. എന്നിട്ടും വേണ്ടപ്പെട്ട അത്രയും ഒരു ശ്രദ്ധ നമുക്ക് കിട്ടുന്നുണ്ടോ? അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുവെ ഈ മെഡിക്കൽ കോളേജിന്റെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. കെട്ടിടം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഫാക്കൽറ്റി സംവിധാനങ്ങളും ഫലപ്രദമല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഈ മെഡിക്കൽ കോളേജ് തുടങ്ങി 10 വർഷമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ആവശ്യമുള്ള ഫെസിലിറ്റീസും അത്യാവശ്യമുണ്ട്. അത് പ്രവർത്തിപ്പിക്കാൻ തക്കതായിട്ടുള്ള 80% പണികളും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പൂർത്തീകരിക്കേണ്ട ചില ജോലികൾ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ IPയിൽ ഓക്സിജൻ പ്ലാന്റുകൾ പോലുള്ള സാധനങ്ങൾ വരണം. അതുപോലെ അതൊക്കെ വന്നാൽ അവർക്ക് ഒരു പേഷ്യന്റ് IPയിൽ കിടന്ന് സീരിയസ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ നോക്കാൻ വേണ്ടി ആളുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഓക്സിജൻ പ്ലാന്റ് മുതലായ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ബേസിക് ഫെസിലിറ്റീസ് നമ്മൾ പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ റെഫർ ചെയ്യുകയാണെങ്കിൽ കാഷ്വാലിറ്റിക്ക് വരികയാണെങ്കിൽ
കാഷ്വാലിറ്റിയിൽ ഈ MBBS മാത്രം പാസ്സായ JRSനെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വേണം. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഡോക്ടേഴ്സ് ഇവിടെ ഇപ്പോൾ നിയമനം താൽക്കാലികമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരാരും വരുന്നില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ സമരം ചെയ്യുന്നത്. ഇത് ഇവർക്കൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ബാക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ഇവിടത്തേക്ക് പ്രൊഫസേഴ്സിനെ, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെ ഒക്കെ നമുക്ക് വേണം എന്ന് പറയുന്നത് അത് നമ്മുടെ മാത്രം ആവശ്യമല്ല, എല്ലാവരുടെയും ആവശ്യമാണ്, ജനങ്ങൾ ഉൾപ്പെടെ ആവശ്യമാണ്. ഈ പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണ എത്രത്തോളം ലഭിക്കുന്നുണ്ട് ഈ സമരത്തിന്? പൊതുസമൂഹത്തിന്റെ പിന്തുണ ലഭിക്കുന്നുണ്ട്. പല ദിവസങ്ങളിൽ ഇന്നിപ്പം MP വന്നിട്ടുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുസമൂഹം ആൾക്കാർ കണ്ടറിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഞങ്ങളിപ്പം ഇന്നാണ് SFIയുടെ നേതൃത്വം നടക്കുന്ന സമരമാണിത്. ഇന്നാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിന് മുന്നേ വരെ ഞങ്ങൾ OP ബ്ലോക്കിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഓഫീസ് ഉപരോധനമായിട്ട് 2 ദിവസം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പുറത്തുനിന്ന് ആളുകൾ, മാധ്യമങ്ങളൊക്കെ അറിഞ്ഞ് വരുന്നുണ്ടായിരുന്നു, എന്താ കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൊതുസമൂഹത്തിന്റെ പിന്തുണ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ അഭിപ്രായങ്ങൾ തിരക്കിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഹോസ്പിറ്റലിലെ രോഗികളുടെ അഭിപ്രായങ്ങൾ തിരക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ പോലെ എടുത്ത് പിന്നെ DH ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ രോഗികളുടെ അഭിപ്രായങ്ങൾ എന്താണ്, അവരുടെ അനുഭവം, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും പിന്തുണയുണ്ട്. പൊതുവെ ഇവിടെ 10 വർഷം മുമ്പാണ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. ഇപ്പോഴും വിദഗ്ധ ചികിത്സയ്ക്ക് തൃശ്ശൂരിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ എറണാകുളത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് പാലക്കാട് മികച്ച ആശുപത്രികളിൽ. ഇപ്പോൾ ജില്ലാ ആശുപത്രി ആണെങ്കിൽ പോലും അവിടെ നിന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിലേക്കാണ് പോകേണ്ടത്. ഇത്രയും വലിയൊരു ആശുപത്രി ഇവിടെ നിർമ്മാണം കഴിഞ്ഞിട്ടും അവിടെ ആളുകളെ കിടത്തി ചികിത്സിക്കുന്നത് പോലും ഫലപ്രദമല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരത്തെയും പഠന സൗകര്യത്തെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ളതിന്റെ പ്രവർത്തനം കാര്യമായി തന്നെ ബാധിക്കില്ലേ? തീർച്ചയായും നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. ഞാനൊരു സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. സാധാരണ സെക്കൻഡ് ഇയറിലാണ് ക്ലിനിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ സ്വന്തം ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് പല ദിവസങ്ങളിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരികയാണ്. ഓപ്പറേഷൻ തിയേറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഓപ്പറേഷൻ കാണണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകണം. മിക്ക ദിവസങ്ങളിലും OPക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോകണം. ഞങ്ങളുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് പോലും പല ദിവസങ്ങളിൽ അവിടെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഹോസ്പിറ്റലും ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ട് ഞങ്ങൾ എന്തിനാ അവിടെ പോയിരിക്കണം എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ വേണം. അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടുകാർക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ അധ്യാപകർക്ക് വേണ്ടി കൂടിയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ അത് വല്ലായിട്ട് ബാധിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ നിലവാരം എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ 5 ബാച്ചുകളുണ്ട്. ഈ 5 ബാച്ചിൽ നല്ലപോലെ കഷ്ടപ്പെട്ട് വർക്ക് എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജില്ലാ ആശുപത്രിയിൽ പോയിട്ട് അവർ പഠിച്ച് വർക്ക് എടുത്തു. ഒരിക്കലും നിലവാരമില്ലാത്ത ഒരു ഡോക്ടേഴ്സാണ് പുറത്തിറങ്ങുന്നത് നല്ല നമ്മൾ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ഈ സമയത്ത് ആവശ്യമുള്ള ഫാക്കൽറ്റീസ് 500 പരം വിദ്യാർത്ഥികളോട് പഠിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള ഫാക്കൽറ്റീസ് ഇപ്പം ഇവിടെ ഇല്ല. അതാണ് പ്രശ്നം. അല്ലാണ്ട് മുന്നേ പഠിച്ച ആൾക്കാർക്ക് പഠന നിലവാരത്തെ ബാധിക്കില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഉള്ള കുട്ടികളുടെ പഠന നിലവാരത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു തരത്തിൽ മറികടക്കാൻ നമുക്ക് ജില്ലാ ആശുപത്രി ആശ്രയിക്കേണ്ടി വരുന്നു. പക്ഷെ അത് ജില്ലാ ആശുപത്രി നമ്മുടെ അല്ല. അപ്പോൾ ആ ആശ്രയം മാറ്റി നമ്മുടെ മെഡിക്കൽ കോളേജ്, നമ്മൾ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ. അപ്പോൾ ജില്ലാ ആശുപത്രി ആശ്രയിക്കുന്നതിന് പകരം നമ്മുടെ മെഡിക്കൽ കോളേജ് നമുക്ക് സ്വന്തമാക്കി തരിക എന്നതാണ് നമ്മുടെ ആവശ്യം. എന്തായാലും അവരുടെ ന്യായമായ ആവശ്യം തന്നെയാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണ കൂടി ഇവർക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം. പഠന നിലവാരം മെച്ചപ്പെടുത്തണം, മെഡിക്കൽ കോളേജ് പൂർണ്ണ അർത്ഥത്തിൽ സജ്ജമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ മുന്നോട്ട് പോകണം എന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. പാലക്കാട് വലിയ സമരമാണ്. മെഡിക്കൽ കോളേജിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമരമാണ്. SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ സർക്കാരിനെതിരെ രംഗത്ത് വരുമ്പോൾ അതുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇടവേളയാണ്.